ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി പൗഡർ പുഡിംഗ് ആണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട് ഒന്ന് കലക്കിയെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അത്രയും കൂടെ ചെയ്താൽ അതിൻ്റെ പരിപാടി ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള പാലിതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വരുന്ന ലാസ്റ്റ് ഒരു ഭയങ്കര കോമഡിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ ഞാൻ അപ്പം പിടിച്ചുണ്ടാക്കിയ അവിടെ ഉണ്ടായപ്പോൾ ഏതായാലും അതും കൂടെ ചേർക്കാം, ഒന്നും കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ്. ഇത് ചേർക്കണമെന്ന് ഒരു ഇതുമില്ല കേട്ടോ, നിർബന്ധമില്ല. അങ്ങനെ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അങ്ങോട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടിയിൽ പിടിക്കാൻ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ അത് ഇളക്കലാണ്. അപ്പോൾ ഇളക്കണതിൻ്റെ ഇടയിൽ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോഫി പൗഡർ പുഡിങ്ങാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഫീൻ്റെ ടേസ്റ്റ് എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള കോഫി പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് നല്ലോണം ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതാ കോഫി പൗഡറൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈവിടാതെ ഇളക്കിയിട്ടുണ്ട്. ഇനി ചട്ടിയിലേന്നൊക്കെ ഒന്ന് വിട്ടു പോരുന്ന ഒരു പരിവാവുമല്ലോ, ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് എണ്ണ പുരട്ടി ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തടവിയിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ സംഭവം ഇതങ്ങനെ ചട്ടിയിൽ നിന്ന് കിട്ടി വരുന്ന ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതാ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിതാ 2 പാത്രത്തിൽ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു ചില്ലിൻ്റെ പാത്രം, പിന്നെ ബാക്കി കുറച്ചുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അത് വേറൊരു പാത്രത്തിലും കൂടെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കിട്ടാം. എന്നിട്ട് പിന്നെയാണ് ഇതിൻ്റെ സംഭവം എടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്ഷമയില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ നെക്കി തൊട്ടൊക്കെ നോക്കൂട്ടാ ആയോന്ന്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആയിന്ന് കണ്ടുന്നുണ്ടപ്പോൾ ഞാനത് എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ എടുത്തതിൻ്റെ ബാക്കി പറയണതിൻ്റെ മുന്നേ നിങ്ങളാരെങ്കിലും ലൈക്ക് തരാനോ കമൻറ്റ് ഇടാനോ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്ന് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. അങ്ങനെ ഞാനിത് എടുത്ത് കൊട്ടണ രംഗങ്ങളാണ് കേട്ടോ ഇനി കാണിക്കാൻ പോണത്. വെച്ചോണ്ടിട്ടാ പൊട്ടു ചില്ല് പൊട്ടു പെട്ടെന്ന് ഇതായിട്ടൂടില്ലേ. ഇനിയിപ്പോ എന്താ കാട്ടുക? കരുതലാരോട് പറഞ്ഞ അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നല്ലോണം ക്ഷമ വേണം കേട്ടോ. ക്ഷമയാണ് എല്ലാത്തിനും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെ ആയാലും സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.